എല്ലാവർക്കും നമസ്കാരം. ത്രിമധുരത്തിൽ വരുന്ന അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പല മാറ്റങ്ങളുണ്ടല്ലോ. അത് അത്ഭുതത്തോടെ നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അത് അതേ അത്ഭുതവും ആകാംക്ഷയൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഞാനൊരു അനുഭവം വായിച്ചിരുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രിയയാണ് അയച്ചു തന്നത്. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം ശ്രീകാന്ത് ചേട്ടാ. എൻ്റെ പേര് പ്രിയ എന്നാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം കൂടി ത്രിമധുരം ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നു. അനുഭവം ഇങ്ങനെയാണ്. എൻ്റെ ജീവിതം വളരെ പ്രയാസവും സങ്കടവുമായിട്ട് കടന്നു പോകുന്ന ഒന്നാണ്. എങ്കിലും ഒരു പരിധിവരെ ഞാൻ അതിനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തരണം ചെയ്തു പോകുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരുപാട് സങ്കടകരമായിരുന്നു. എൻ്റെ ഭർത്താവ് കൂട്ടുകാരെ സഹായിക്കാൻ പോയി ഒരു കേസിൽപ്പെട്ടു. തെറ്റ് ചെയ്യാതെ റിമാൻഡിൽ കിടക്കേണ്ടി വന്നു. ഞാനൊരു സഹായം ചോദിച്ചു ചെല്ലാത്ത ആൾക്കാർ ആരും തന്നെയില്ല. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയ ദിവസം ഞാൻ കരഞ്ഞതിന് കണക്കില്ല. ഏക ആശ്രയം എൻ്റെ ഗുരുവായൂരപ്പൻ മാത്രം. കൃഷ്ണ 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 ഗുരുവായൂരപ്പ. ഒരു നിമിഷം പോലും നിർത്താതെ ഞാൻ വിളിച്ചു കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ ഭർത്താവിന് മാത്രം തെറ്റില്ലാത്തതുകൊണ്ട് വിട്ടു. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു അനുഭവം കൂടി എൻ്റെ കൃഷ്ണൻ എനിക്ക് തന്നുട്ടോ. ആരുമില്ലേ കണ്ണാ എന്ന് ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം കണ്ണടച്ച് ഞാൻ കരഞ്ഞു പാടിട്ടോ. ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ ഇടത്ത് കൈയുടെ മുകളിൽ ചെറുതായിട്ട് ഓം എന്ന് വരച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് എന്ത് പറയണമെന്നറിയാത്ത പോലെ സന്തോഷവും സങ്കടവും വന്നു. എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ഫോണിൽ എടുത്തു വെച്ച് എൻ്റെ അമ്മയെ കാണിച്ചു. ദൈവം കൂടെയുണ്ട് മോളെ, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അമ്മ. അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്യുന്നു. എൻ്റെ കൃഷ്ണ, മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ത്രിമധുരം ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും വിശ്വസിക്കുമെന്നറിയാം. ഒത്തിരി നീണ്ടുപോയി. എങ്കിലും ഇത് ത്രിമധുരത്തിൽ ചേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കണം. ഇനിയും അനുഭവങ്ങൾ എൻ്റെ കൃഷ്ണൻ തരട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. ഒന്നും പറയാനില്ല ഈ അനുഭവത്തെക്കുറിച്ച്. പറഞ്ഞതുമാതിരി നമ്മൾ ത്രിമധുരത്തിലെ ഭക്തരൊക്കെ ഇതൊക്കെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഗോവിന്ദാമുണ്ടല്ലോ മോനെ. അപ്പം എല്ലാവരും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ജോയിൻ ബട്ടണിലൂടെ വന്നാൽ നിങ്ങൾക്കറിയാം. പിന്നെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, സമ്മാനങ്ങളൊക്കെ ആയിട്ട് തന്നെ. ഹരേ കൃഷ്ണ.